തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. ദേവ് പോയപ്പോൾ കൂടി തന്നെ മൂന്നും കൂടെ ആദുവിനെ പിടിച്ചിരുത്തി നീഹൻ്റെ പാസ്റ്റ് ചേർത്തുമാണ് അവൾ സ്റ്റെയർ ഇറങ്ങി വരുന്നത് കണ്ടത്. അതോടെ ഞങ്ങൾ ഡീസൻ്റ് ആയിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവൾ ആദുവിനെ ഒന്ന് പുച്ഛിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ആദിനാൻ്റിയുടെ റിലേഷൻ ആയതുകൊണ്ട് ആ പിശാചിനെ കണ്ണി പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ആദുവിന് അവളെ തീരെ ഇഷ്ടമല്ല. ഹോ, നീ ഇവിടെ ഉണ്ടായിരുന്നു അക്ഷര? ഒരു കളിയാക്കൽ പോലെ അവൾ ചോദിച്ചതും അതേ ഉണ്ടായിരുന്നു. എന്തേ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും അമ്മായിൻ്റെ മോളായി പോയില്ലേ എന്ന് ഓർത്തത് കൊണ്ട് മാത്രം വെറുതെ വിട്ടു. അല്ലാതെ പേടിച്ചത് കൊണ്ടൊന്നല്ല കേട്ടോ. അവൾക്ക് ജസ്റ്റ് ഒന്ന് മൂളിക്കൊടുത്തതും അവൾ നേരെ ചെന്ന് ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു. മയങ്കിളിപ്പോൾ ആൻറ്റി വരുന്നത്? ഒരുമാതിരി ഫോർമാലിറ്റിക്ക് ചോദിക്കും പോലെ നിഹ ചോദിച്ചതും ആൻറ്റി എന്തൊക്കെയോ മറുപടി പറയുന്നുണ്ട്. വാതിൽ ലോക്ക് ചെയ്ത് റേയുടെ ഡയറി വായിക്കുന്നതാണ് നന്ദു. നോർമൽ ഡയറി പോലെ ആയിരുന്നില്ല അവൾ എഴുതിയിരുന്നത്. ചില കാര്യങ്ങൾ മാത്രമേ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുള്ളൂ. ചിലതൊക്കെ കുറച്ച് വരികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ത്രിമൂർത്തീസിന് ബിച്ചുവിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാതിരുന്നത്. ആരൊക്കെ ചോദിച്ചിരുന്നു എന്നോട് ഡയറിയിൽ ബിച്ചുവിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ലേ, പിന്നെ എന്തിനാണ് അന്വേഷിച്ച് നടക്കുന്നതെന്ന്. ഇപ്പോൾ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേജസിലുള്ളതൊന്നും നന്ദുവിന് മനസ്സിലായില്ലേലും എവിടേക്കോ എന്തൊക്കെയോ തിരിഞ്ഞു. ഇനി പാസ്റ്റ് പറയുന്നതോടെ റേയുടെ വ്യൂവിലാവാട്ടോ. പാസ്റ്റ് എനിക്കെന്തോ ഒരു വല്ലായ്മ ഫീൽ ചെയ്യുന്നു. ആര്യൻ കോളേജിലേക്ക് വന്നിട്ട് 3 ദിവസമായി. ഫോൺ ചെയ്തിട്ടാണെങ്കിൽ അവൾ എടുക്കുന്നുമില്ല. ആൻറ്റിയും അങ്കിളും നിയാച്ചയ്ക്ക് എനിക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. നിയയുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ആ സമയം സാരംഗും ഫാമിലിയൊക്കെ മുംബൈയിൽ നിന്നായിരുന്നല്ലോ. നാളെ അവൾ വന്നില്ലേ ഉറപ്പായി ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകും. ഇന്ന് കോളേജിലെത്തിയതും ഞാൻ ആദ്യം നോക്കിയത് ആര്യൻ വന്നിട്ടുണ്ടോ എന്നാണ്. പക്ഷെ അവൾ ഉണ്ടായിരുന്നില്ല. ക്ലാസ് കഴിഞ്ഞ് എന്തായാലും അവളുടെ വീട്ടിൽ പോകണമെന്ന് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് സാറിനോട് ക്ലാസ്സിൽ കയറാൻ പെർമിഷൻ ചോദിച്ച് അവൾ വന്നത്. സാർ ലേറ്റായതിന് അവൾ വഴക്ക് പറയുന്നുണ്ട്. ബട്ട് അവൾ മറ്റേതോ ലോകത്തെന്ന പോലെയാണ് നിൽക്കുന്നത്. സാറിൻ്റെ വക വഴക്കും ഉപദേശമൊക്കെ ഒതുങ്ങിയതും അവൾ വന്ന് സീറ്റിലിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഇൻ്റർവെൽ ആയതും ഞാൻ അവളെയും വലിച്ച് പുറത്തിറങ്ങി. കൂടുതൽ ലാഗടിപ്പിക്കാതെ എന്താ 3 ദിവസം വരാഞ്ഞതെന്നും ഇന്നെന്താ ലേറ്റ് ആയതെന്നൊക്കെ ചോദിച്ചതും എന്നെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിലായിരുന്നു അവൾ. ഞാൻ അവളെ ഞങ്ങളുടെ സ്ഥിരം പ്ലേസായ മാലാകക്കുളത്തിനരികിലുള്ള ബാംബു ബെഞ്ചിൽ കൊണ്ട് ഇരുത്തിയിട്ട് എന്താ നടന്നതെന്ന് പറയാൻ പറഞ്ഞു. കണ്ണൊക്കെ തുടച്ചിട്ട് പിന്നെ അവൾ പറയുന്നത് കേട്ട് എനിക്ക് വന്ന ദേഷ്യത്തിന് അതിരുണ്ടായിരുന്നില്ല. അതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നും അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം അവളുടെ പപ്പയും മമ്മിയും ഇല്ലാതിരുന്ന സമയത്ത് അവന്മാർ വന്നിരുന്നു അത്രേ. പക്ഷെ ഇപ്രാവശ്യം എന്നത്തെയും പോലെ ലോട്ടിലോടുക്ക് ഭീഷണിയുമായിരുന്നില്ല. അവളുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യാൻ പാകത്തിനുള്ള ഒന്നായിരുന്നു. ഏത് പാതിരാത്രി വേണമെങ്കിലും കയറി വരാനും താമസിക്കാനൊക്കെ പെർമിഷൻ കൊടുത്ത വീട്ടുകാർക്കുള്ള സമ്മാനം. മകളുടെ നഗ്ന ചിത്രങ്ങളൊക്കെ പകർത്തി അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. മറ്റാരോടെങ്കിലും പറഞ്ഞാൽ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമത്രേ. ഇതൊന്നും വേണമെങ്കിൽ അവർ പറയുന്നത് പോലെ എല്ലാം അനുസരിക്കണം. അതാണ് ഡീൽ. ഇനിയെങ്കിലും പ്രതികരിച്ചില്ലേ എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയായി. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് സിസ്സിന് ഓർമ്മ വന്നത്. വേഗം അവരുടെ ക്ലാസ്സിലേക്ക് പോയെങ്കിലും നിരാശയായിരുന്നു ഫലം. 3 പേരും ക്ലാസ്സിൽ വന്നിട്ടില്ല. അപ്പോഴാണ് ഏട്ടന്മാരോട് ചോദിച്ചാലോ എന്ന് തോന്നിയത്. വേഗം അവർക്ക് കോളാക്കി. ഞാൻ മനസ്സിൽ കരുതിയതുപോലെ തന്നെ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യാൻ തന്നെയാണ് അവരും പറഞ്ഞത്. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ അവളെയും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് വിട്ടു. കാര്യങ്ങളൊക്കെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓഫീസറിനോട് പറഞ്ഞതും അയാൾ കംപ്ലൈൻറ്റ് എഴുതി വാങ്ങുന്നതിന് പകരം ഞങ്ങളോട് പുറത്ത് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് കണ്ടപ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയെങ്കിലും വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഏതാണ്ട് 1/4 മണിക്കൂറോളായിട്ടും അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് അകത്ത് കയറി 2 പറയാനേ എഴുന്നേറ്റപ്പോഴാണ് കട്ടക്കലിപ്പിൽ കൊടുങ്കാറ്റ് പോലെ ആരോ വന്ന് അയറിന് കരണം പുകച്ചത്. അത് കണ്ട് ഞാൻ ഞെട്ടി അതാരാണെന്ന് നോക്കിയപ്പോഴാണ് അവളുടെ പപ്പയാണ് അതെന്ന് മനസ്സിലായത്. ഒരിക്കൽ തല്ലിയത് പോരാഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം അവൾക്ക് നേരെ കൈ ഉയർത്തിയതും ഞാൻ ഇടക്ക് കയറി. അപ്പേക്ക് അവളുടെ അമ്മയും കൂടെ ഒരു ചെക്കനും കയറി വന്നു. അയറിൻ്റെ കണ്ണിൽ കണ്ട ഭയം തന്നെ വിളിച്ചു ഓതുന്നുണ്ടായിരുന്നു. അവനാണ് റോഷൻ എന്ന്. എല്ലാവരുടെ മുന്നിൽ ഞങ്ങളെയൊക്കെ നാണം കെടുത്തിയപ്പോൾ തൃപ്തിയായില്ലേ നിനക്ക്? ഇങ്ങനെ വേദനിപ്പിക്കാൻ മാത്രം എന്ത് തെറ്റടി ഞങ്ങൾ ചെയ്തേ? ഹൈറിനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവളുടെ അമ്മ പറയുന്നത് കേട്ടിട്ട് അവൾ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹേങ്ങലടി കൊണ്ട് ഒന്നിലേക്ക് പോയി നിന്നെ തിരുത്താനല്ല ഇവർ ശ്രമിച്ചത്. എന്നിട്ട് അവനെ ജയിലിലേക്ക് അയക്കാൻ നോക്കുന്നോ? എന്തുകൊണ്ട് നീ ഇങ്ങനെ ആയിപ്പോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അലക്സ് എക്സൈ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ ഞാൻ ഇല്ലാണ്ടായിപ്പോയി. എന്തിനാ അങ്ങനെ അവൾക്കിടെ ഇത്ര ദേഷ്യമെന്ന് ഇവൻ വന്ന് ചോദിച്ചപ്പോൾ ചങ്കിൽ എന്തോ കുത്തിയിറക്കുന്ന പോലെയായിരുന്നു തോന്നിയത്. എങ്ങനെയടി നീ ഇത്രയ്ക്ക് ദുഷ്ടയത്? അങ്കിൾ പ്ലീസ് ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട. നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് ഇടയിൽ വന്ന് കയറി പറഞ്ഞതും എൻ്റെ ക്ഷമ മുഴുവൻ നശിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളിവിടെ വരേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നില്ല. സ്വന്തം മകൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇത്തരത്തിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം അഭിമാനം നഷ്ടപ്പെടുന്ന സങ്കടമാണോ നിങ്ങൾക്ക്?
ഇവളോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുക. എങ്ങനെ സാധിക്കുന്നു ഇത്രയും ക്രൂരനാവാൻ? ശ്രേയൻ നോ. ഞാൻ പറയുന്നതിനിടയിൽ ഐറിൻ അങ്ങനെ പറഞ്ഞെങ്കിലും അത് കാര്യം വെക്കാതെ ഞാൻ നടന്നതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ചെവി കൊള്ളാതെ ഐറിനെയും പിടിച്ചു വലിച്ച് അവർ കൊണ്ടുപോയി. കൂടെ ഒരു താക്കീതും, മേലാൽ അവളെ കാണാനോ കോണ്ടാക്ട് ചെയ്യാനോ ശ്രമിക്കരുതെന്ന്. സത്യത്തിൽ അവളുടെ പെരുമാറ്റം കണ്ട് എനിക്ക് മകളുടെ ജീവിതം നശിപ്പിക്കാൻ കൂട്ടി നിൽക്കുന്ന ആ മാതാപിതാക്കളോട് കടുത്ത ദേഷ്യം തോന്നിയെങ്കിലും ഐറിൻ്റെ കാര്യത്ത് സഹതാപവും തോന്നി. വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല അല്ലേ? അങ്ങനെ ശബ്ദം കേട്ടപ്പോഴാണ് ആ റോഷൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടത്. എന്തിനു വെറുതെ എനിക്ക് മുന്നിൽ തടസ്സമായി മാറുന്നത്? കൂട്ടുകാരിക്ക് വേണ്ടി എടുത്തു ചാടാൻ നിൽക്കണ്ട. അവളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ല. ഇനിയും എൻ്റെ ലക്ഷ്യത്തിന് കുറുകെ വന്നാ നിന്നെയും വെച്ചേക്കില്ല. അതുകൊണ്ട് പൊന്നുമോള് വേഗം വീട്ടിൽ കയറാൻ നോക്ക് എന്നും പറഞ്ഞ് അവനെന്നെ പുച്ഛിച്ചു പോകാൻ നിന്നതും ഞാൻ അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. നീ ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് വല്ല ബോധമുണ്ടോ? സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബം ഇപ്പം നീ കാരണമാണ് ഈ അവസ്ഥയിലായത്. ഇതിൽ നിന്നൊക്കെ എന്ത് ഹാപ്പിനെസ്സാണ് നിനക്കൊക്കെ കിട്ടുന്നത്? അനിയത്തിയെ പോലെ കാണേണ്ട ഒരുവളോടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. നിർത്തിക്കൂടെ എല്ലാം? വെറുതെ വിട്ടൂടെ ആ പാവത്തിനെ? ഇനിയും അതിനെ വേദനിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ കാത്തിരുന്നോ. നിന്റെ എല്ലാ തെറ്റുകൾക്കുള്ള ശിക്ഷ നിനക്ക് നേടിത്തരുന്നത് ഞാനായിരിക്കും. ജയിലരികൾക്കുള്ളിൽ നോക്കുന്നു. എന്തുകൊണ്ട് നീ ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ ചിന്തിക്കുന്നത്. രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോ എന്ന് വിചാരിച്ച ഒരു അവസരം നൽകിയിട്ടും നീ വീണ്ടും എനിക്കെതിരായി വരികയാണോ? ഇനിയും അവളെ ദ്രോഹിക്കുന്ന ഭാവമെങ്കിലേ നിനക്കെതിരെ വരിക മാത്രമല്ല, നിന്നെ തന്നെ ഇല്ലാതാക്കും ഞാൻ. ഒട്ടും പേടിക്കാതെ ഞാൻ മറുപടി പറഞ്ഞതോ. ഒന്നും കളിപ്പിച്ച് നോക്കിയിട്ട് അവൻ പോയി. വീട്ടിലേക്ക് ചെന്നയുടനെ ഞാൻ അവളെ വിളിച്ചു. കരഞ്ഞുകൊണ്ട് അരോന്ന് പറഞ്ഞതും അവളുടെ പപ്പയാണ് തോന്നുന്നു ആ ഫോൺ വാങ്ങി എറിഞ്ഞു പൊട്ടിച്ച് കളഞ്ഞു. മറ്റു നമ്പേഴ്സ് ഇത് ട്രൈ ചെയ്തതിലും ഒരു കോളും എടുത്തില്ല. നാളെ കോളേജിലേക്ക് വരുമ്പോൾ ഒന്ന് ശരിയാക്കി തരുന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ. പക്ഷെ പിന്നീട് അവൾ കോളേജിലേക്ക് വന്നില്ല. 2-3 ദിവസം ക്ഷമിച്ചെങ്കിലും എനിക്കെന്തോ വല്ലായ്മ തോന്നിയിട്ട് ഞാൻ നേരെ അവളുടെ വീട്ടിലേക്ക് ചെന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ അവർ ഒത്തിരി ദേഷ്യപ്പെട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ആരിനെ കണ്ടിട്ടേ പോകുന്ന നിലപാടിൽ ഞാൻ നിന്നതോടെ ബഹളം പിന്നെയും കൂടി. ഒടുവിൽ മുറിയിൽ നിന്നും ആരും വന്നു. ദയവ് ചെയ്ത് ഇനി അവളെപ്പറ്റി അന്വേഷിക്കരുതെന്നും അവളെ കാണാൻ ശ്രമിക്കരുതെന്നൊക്കെ കരഞ്ഞു പറഞ്ഞു. ഇനിയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അന്ന് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും പൂർണ്ണമായി അവളെ വിട്ടുകളയാൻ എനിക്കാവുമായിരുന്നില്ല. എങ്ങനെയെങ്കിലും കോളേജിലേക്ക് അവളെ വരുത്താനായി ഞാൻ ടീച്ചേഴ്സിനെ കൊണ്ട് പോലും വിളിപ്പിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. കൃത്യം ഒരാഴ്ച കഴിഞ്ഞതും ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് കോളേജ് മുഴുവൻ ഒരു വാർത്ത സ്പ്രെഡായി. ഐറിൻ ഫിലിപ്പ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങളെല്ലാം. അവസാനമായി അവളെ കാണാൻ വീണ്ടും ഞാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ മൂലയിൽ ഒരു കരഞ്ഞു തളർന്നിരിക്കുന്ന അവളുടെ മാതാപിതാക്കളെ ഞാൻ കണ്ടു. ആരോടൊന്നും പറയാൻ നിൽക്കാതെ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അവളുടെ പപ്പൻ്റെ കയ്യിലേക്ക് എന്തോ വെച്ച് തന്നു. അതെന്താണെന്ന് ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മനംമാറ്റത്തിൻ്റെ കാരണം വ്യക്തമായത്. ഇന്നേ വരെ അവൾ അനുഭവിച്ച എല്ലാ ടോർച്ചറിങ്ങിനെ പറ്റിയും അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനോടുവിൽ ഇനി എല്ലാം സഹിച്ച് ജീവിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും. ഞാൻ കാരണം ഇനിയും നിങ്ങളാരും വേദനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പോകുവാണ്. ലവ് യു പപ്പ മമ്മ ആൻഡ്രയ എന്ന വരികളും കുറ്റബോധം കൊണ്ട് കണ്ണീർ വാർത്തു നിൽക്കുന്ന ആ അച്ഛനെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. സമാധാനമായില്ലേ നിങ്ങൾക്കിപ്പം? മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പം തൃപ്തിയായില്ലേ എന്ന് കരഞ്ഞ് പറഞ്ഞതല്ലേ പാവം. അപ്പോഴും വിശ്വാസം അനന്തരവനെ അല്ലേ? എന്നിട്ടിപ്പോൾ എന്തായി? അവൾക്ക് ജന്മം നൽകിയതും വളർത്തി വലുതാക്കിയതൊക്കെ നിങ്ങളല്ലേ? എന്നിട്ടും അവളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഒരു തവണയെങ്കിലും കുറ്റപ്പെടുത്തുന്നതിന് പകരം അവളെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു കാഴ്ച കാണേണ്ടി വരില്ലായിരുന്നു നിങ്ങൾക്ക്. ഒരു വിധത്തിൽ അവളുടെ മരണത്തിന് നിങ്ങളും ഉത്തരവാദിയാ. ഇത്രയും നാൾ അടക്കി വെച്ചതൊക്കെ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ചേച്ചിമാർ വന്നെന്നെ പിടിച്ചുകൊണ്ട് ദൂരേക്ക് മാറ്റി നിർത്തി. എന്താ നീ കാണിച്ചേ? ഇതൊക്കെ പറയേണ്ട സാഹചര്യമാണ് ഇതൊക്കെ. ഒന്നാമത് മനസ്സ് തളർന്ന് നിൽക്കുകയാണ് അവർ. അതിനിടെ നീ കൂടി അവരെ കുറ്റപ്പെടുത്തല്ലേ? എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ചേച്ചി. അവരെങ്കിലും അവളെ കൂടെ നിന്നിരുന്നാൽ ഇങ്ങനൊരു പ്രവൃത്തി അവൾ ചെയ്യില്ലായിരുന്നു. നീ പറയുന്നതൊക്കെ ശരിയാ മോളെ. കഴിഞ്ഞു പോയതിന് നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. ഇപ്പം അവരുടെ പ്രവൃത്തി കുറ്റബോധമുണ്ട്. ഈ ഒരവസ്ഥയിൽ വീണ്ടും അവരെ കുറ്റപ്പെടുത്തിയാൽ ചിലപ്പോൾ അവർ മകളെ അതേ പാത തന്നെ തിരഞ്ഞെടുക്കും. കഴിഞ്ഞു പോയതിനോർത്ത് വിഷമിക്കുകയല്ല, ഇതിനൊക്കെ കാരണക്കാരായ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. പക്ഷെ റിൻഷേച്ചി നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ? ഞങ്ങളുണ്ടാവും കൂടെ. അനുവിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ ദൈവം പോലും പൊറുക്കില്ല ഞങ്ങളോട്. പിറകെ നിന്ന് അവളുടെ പപ്പയുടെ സൗണ്ട് കേട്ടതും ഞങ്ങളും വേഗം തിരിഞ്ഞു നോക്കി. മോള് പറഞ്ഞത് ശരിയാ. ഞാൻ കാരണമാ എൻ്റെ മോക്ക് ഗതി വന്നത്. പലതവണ അവൾ എന്നോട് നടന്നതൊക്കെയും പറഞ്ഞതെങ്കിലും അനന്തവൻ്റെ കള്ളക്കഥകളിൽ വീണുപോയി ഞാൻ. സ്വന്തം മോനെ പോലല്ല, മകനായിട്ട് തന്നെയാണ് ഞാൻ ആ ദുഷ്ടനെ കണ്ടിരുന്നത്. അവൻ തന്നെ ഞങ്ങളോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വെറുതെ വിടില്ല ഞാൻ ഒരുത്തനെയും.
എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ച ഒരുത്തിനെയും വെറുതെ വിടില്ല. അതിനി ഏത് വഴി സ്വീകരിക്കാനും ഞാൻ തയ്യാറാവും. പകയുടെ അങ്കിൾ പറഞ്ഞതും ഞങ്ങളുടെ മനസ്സിലും അവരോടുള്ള പക തന്നെയായിരുന്നു. അയറിൻ്റെ മരണത്തിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ നിന്നും റോഷനെയോ അവൻ്റെ ഫ്രണ്ട്സിനെയോ ആരും കണ്ടിട്ടില്ലായിരുന്നു. അവൾക്കെതിരെ കേസ് ഫയൽ ചെയ്ത് കാത്തിരിക്കുന്ന ഞങ്ങളൊക്കെ നടക്കും തരത്തിൽ മറ്റൊരു വാർത്ത കൂടി വന്നത് അങ്കിളും ആൻറ്റിയും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു അത്രേ. തലേന്ന് കൂടി നേരിൽ കണ്ട് സംസാരിച്ചതാണ് ഞങ്ങൾ. അപ്പോഴേക്കും അവന്മാരെ എഴുതി വിധേയം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ളൊരു വ്യക്തി ലക്ഷ്യം വിജയം കാണാതെ എങ്ങനെ ആത്മഹത്യ ചെയ്യാനാണ്? പക്ഷേ അടുത്ത ദിവസം തന്നെ സംശയങ്ങൾക്കുള്ള മറുപടി റോഷനും ഗാങ്ങുവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സ്വയം രക്ഷിക്കാനായി സ്വന്തം അമ്മാവനെ പോലും കൊന്നുകളഞ്ഞ വീരകഥ എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പം എല്ലാം കേട്ടു നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. കേസിൻ്റെ പിറകെ ഞാൻ കൂടി പോകാതിരിക്കാൻ വേണ്ടിയാണത്രേ എല്ലാം എന്നോട് പറഞ്ഞത്. തിരിച്ചൊരു മറുപടിയും പറയാതെ ഞാൻ വേഗം വീട്ടിലേക്കൊന്ന് ചെന്ന് ഒത്തിരി ആലോചിച്ചു. വെള്ള പുതുപ്പിച്ച അയറിൻ്റെ ശരീരവും മകൾക്ക് വേണ്ടി കുറ്റബോധത്താൽ നേറിക്കൊണ്ടിരുന്ന അച്ഛനമ്മമാരുടെ മുഖവും മനസ്സിലേക്ക് വന്നതും എവിടെ നിന്നോ എനിക്കൊരു ധൈര്യമായി. അനുവിന് വേണ്ടി കോളേജ് ക്യാമ്പയിൻ തുടങ്ങി. എല്ലാത്തിനും കട്ട സപ്പോർട്ടുമായി ഏട്ടന്മാരും ചേച്ചിമാരും കൂടെ ഉണ്ടായിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വാർത്തകളിലൊക്കെ ഞങ്ങളുടെ ക്യാമ്പയിൻ ഇടം പിടിച്ചു. പോലീസിനെ റോഷനെയും കൈവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് നിവൃത്തിയില്ലാതെയായി. ഒടുവിൽ കാത്തിരുന്ന ദിവസം വന്നെത്തി. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എല്ലാം കലങ്ങി തെളിഞ്ഞു എന്ന് ആശ്വസിച്ചപ്പോഴും അറിഞ്ഞിരുന്നില്ല എല്ലാം തുടക്കം മാത്രമായിരുന്നു എന്ന്. കൊഴിഞ്ഞു പോയതിനേക്കാൾ മനോഹരമായ ദിനങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ജീവിതത്തിൽ. പ്രണയമെന്ന പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർത്തു. എന്തുകൊണ്ടും ഹാപ്പിയായി അടിച്ചുപൊളിച്ച് ജീവിക്കുമ്പോഴാണ് അവയെല്ലാം തകിടം മറിക്കാനായി മാനവെന്ന ശത്രു ഞങ്ങൾക്കിടയിൽ കടന്നു വന്നത്. പ്രസന്റ് ഇതേ റോഷൻ സെബാസ്റ്റ്യൻ തന്നെയല്ലേ മുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടത്? ഐറിൻ തുടങ്ങി ഒടുവിൽ അത് റോഷനിലെത്തി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്നത്. യെസ് സർ. അതുമാത്രമല്ല, ഈ കേസിൽ റോഷനൊപ്പം അറസ്റ്റായ കെവിനാണ് ഈ അടുത്ത ബിൽഡിങ്ങിൽ കത്തി നശിച്ച് മരിച്ചത്. നിവിൻ പറഞ്ഞത് കേട്ടതും വല്ലാത്തൊരു ഫീലായിരുന്നു എനിക്ക്. എന്താണോ നടക്കരുതെന്ന് ആഗ്രഹിച്ചത് അത് തന്നെയാണല്ലോ നടക്കുന്നത്. 2 ദിവസം കൂടിയേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേക്ക്. നിങ്ങളെന്തായാലും അനക്കമില്ലാതിരിക്കുന്നത്? നന്ദുവിൻ്റെ പറിച്ച് കേട്ട് എല്ലാവരും ജസ്റ്റ് അവളെ നിന്ന് നോക്കിയിട്ട് വീണ്ടും പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. നിങ്ങൾക്ക് എന്ത് സ്പെഷ്യൽ ഫുഡ് വേണത്രേ? എന്തൊക്കെയായിരുന്നു റോബസ്റ്റ? നോക്കണ്ട, എന്നെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഈ കുന്ത്രാണ്ടസ് തന്നെ പേര് പോലും വായി കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഫോണെടുത്ത് കയ്യിൽ നിന്ന് യൂട്യൂബ് നോക്കാൻ. എന്നാൽ നിനക്കുണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കാൻ വായിൽ വന്നേലും അമ്മയോർത്തൊന്നും ചോദിച്ചില്ല. റേയെ പഠിച്ചുകൊണ്ടിരുന്നത് നേഹയുടെ വീട്ടിലല്ലായിരുന്നെന്നും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവളെ വിളിച്ചതിൽ സഹിക്കുന്നത്. ഒരു കൊഹമോൾ വന്നിരിക്കുന്നു. അതെ, ഞാൻ പറയുന്നതായാലും കേൾക്കുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിൽ എനിക്ക് 21 വയസ്സ് തികയാൻ പോകുകയാണ്. അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? അല്ല, നീ ഇപ്പോൾ ഇതെടുത്ത് പറയേണ്ട കാര്യം എന്താ? കെട്ടിച്ചു വിടാനായിന്ന് പറയണോ? ഞാൻ പോണ്. അല്ലെങ്കിൽ നിങ്ങളോട് പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാനൊരു അച്ഛൻ്റെ അടുത്ത് പോവാം. ഏട്ടന്മാരില്ലാതായിപ്പോയി. അല്ലേ സ്ട്രൈറ്റ് അങ്ങോട്ട് പോയേനെ. അച്ഛനെങ്കിൽ അച്ഛ എന്ന് വിളിച്ച് കൂവിയവൾ പോയതോ ഞങ്ങളൊന്ന് നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. വീട്ടിൽ വന്നിട്ട് എനിക്കെന്തോ വല്ലാത്ത ടെൻഷനായിരുന്നു. എന്തോ എല്ലാം ആദ്യം കാശിയും റേയുവിനെ അറിയിക്കണമെന്ന് മനസ്സ് പറയുന്നു. ഞാൻ അപ്പം തന്നെ വേഗം അവർക്ക് കോളാക്കി. ഹലോ, പറടാ. ഒരുമാതിരി മൂഡ് ഓഫ് പോലെ റേയു റിപ്ലൈ ചെയ്തതും ഞാൻ എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിച്ചെങ്കിലും അവന്മാർ ഒന്നും വിട്ടു പറഞ്ഞില്ല. പക്ഷെ എന്തോ കാര്യമായ പ്രശ്നമാണെന്ന് ആ പറച്ചിൽ തന്നെ വ്യക്തമായി. എനിക്ക് പറയാനുള്ളതൊക്കെ ഈ അവസ്ഥയിൽ ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവരെന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ നന്ദയുടെ ബർത്ത്ഡേ ഫംഗ്ഷനെ പറ്റി പറഞ്ഞത്. അച്ഛനെ അമ്മയൊക്കെ മയങ്ങൾ വിളിച്ചിട്ടുണ്ടെന്ന്. ഇനി എന്തായാലും അപ്പം കാണാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ഫോൺ ചാർജിലിട്ട് ജഗ്ഗിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴാണ് അവന്മാർ എന്താണ് പറഞ്ഞതെന്ന് ബോധം വന്നത്. നന്ദയുടെ ബർത്ത്ഡേ, ഞാൻ പ്ലാൻ ചെയ്തിരുന്ന സർപ്രൈസ്, അതൊക്കെ പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നതും വേഗം തന്നെ ബൈക്കും എടുത്ത് ജ്വല്ലറി ഷോപ്പിലേക്ക് വിട്ടു. എന്നെ കണ്ടപ്പോൾ തന്നെ ഷോപ്പ് ഓണർ ഞാൻ പറഞ്ഞു വെച്ചിരുന്ന റിങ് എനിക്ക് കാട്ടിത്തന്നു. ഞാൻ പറഞ്ഞതുപോലെ ഗോൾഡ് റിങ്ങിൽ ഡയമണ്ട് വെച്ചെന്നൊരു കൊച്ചു ഹാർട്ട്. അതിൽ S&D ലേറ്റേഴ്സ്, ശ്രീറാമിൻ്റെ എസും ആൻഡ് ദേവനന്ദയുടെ ഡിയും. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുക റിങ്. കുറച്ച് നേരം അതിൽ തന്നെ നോക്കി നിന്നതും പെട്ടെന്ന് ബോധം വന്നപ്പോൾ റിങ്ങിൻ്റെ ക്യാഷ് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് നന്ദയും റാമും ഒന്നിക്കാൻ പോകുന്നു. അറ്റ് മാൻഷനിൽ ബർത്ത്ഡേ ഫംഗ്ഷനുമായി നാളെ കാണാം. Taylor Smith, Samstha signing out. Thank you for watching. Bye bye.